അസ്സലാമലൈക്കും. മക്കളെ, ഈ മൺഡേ നമ്മൾ ഏത് ഡേയാ സെലിബ്രേറ്റ് ചെയ്യണേ? ബലി പെരുന്നാളല്ലേ? ബലി പെരുന്നാളിന് എന്താ പ്രത്യേകത? നമ്മൾ പോത്തിനെ ആടിനെയൊക്കെ അറക്കൂലേ? അതെന്തിനാ അറക്കണേന്ന് എൻ്റെ മക്കൾക്ക് അറിയാമോ? ആണാ? നമുക്ക് ആ കഥ ഒന്ന് പഠിച്ചാലോ? ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയും കഥ ഒന്ന് പഠിച്ചാലോ? ഇബ്രാഹിം നബി ആരാന്നറിയാമോ മക്കൾക്ക്? ആരാ? അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ്. അള്ളാഹിന്റെ കൂട്ടുകാരൻ എന്നാ പറഞ്ഞത്. അത് എന്തുകൊണ്ടാന്ന് പഠിച്ചാലോ? റെഡിയാണോ? ആർ യു റെഡി? ഇബ്രാഹിം നബിക്ക് വയസ്സായി. ഇബ്രാഹിം നബിക്ക് വയസ്സായപ്പോൾ അള്ളാഹു ഒരു കുഞ്ഞു വാവേനെ കൊടുത്തു. ആ കുഞ്ഞാവയുടെ പേരെന്താണെന്നറിയാമോ? ഇസ്മായിൽ. അങ്ങനെ ഇബ്രാഹിം നബി സ്വപ്നം കാണാണ്. ഇസ്മായിൽ കുഞ്ഞാവേനെയും ഹാജറ ബീവിനെയും മരുഭൂമി കൊണ്ടുവന്നാക്കാൻ. അപ്പൊ ഇബ്രാഹിം നബി എന്ത് ചെയ്ത്? അള്ളാഹു സ്വപ്നം കാണിച്ചതല്ലേ? അങ്ങനെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബീനെയും ഹാജറ ബീവിനെയും എന്ത് ചെയ്തു? മരുഭൂമി കൊണ്ടുവന്നാക്കി. മരുഭൂമി കൊണ്ടുവന്നാക്കിയപ്പോൾ ഹാജറ ബീവി ചോദിച്ചേ, ഞങ്ങൾ എന്തിനാ ഇവിടെ ഒറ്റയ്ക്കാക്കണേ? ഞാനും എൻ്റെ കുഞ്ഞും മാത്രം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നും മിണ്ടാതെ ഇബ്രാഹിം നബി എന്ത് ചെയ്ത്? നടന്നു പോയി. പിന്നെയും ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോണേന്ന് ആര് ചോദിച്ചു? ഹാജറ ബീവി ചോദിച്ചു. അപ്പോൾ പറഞ്ഞേ, അള്ളാഹു പറഞ്ഞിട്ടാണോ എന്ന് ഹാജറ ബീവി ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ അള്ളാഹു പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എങ്കിൽ ധൈര്യമായിട്ട് പൊക്കോ, അള്ളാഹു ഞങ്ങളെ കാത്തോളും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ഇവർ കൊണ്ടുവന്ന പാലും വെള്ളവും എല്ലാം തീർന്നുപോയി. ആരെങ്കിലും ഉണ്ടോ മരുഭൂമിയിൽ? ആരുമില്ല മരുഭൂമിയിൽ. ഹാജറ ബീവിയും കുഞ്ഞാവയും ഒറ്റയ്ക്കായിപ്പോയി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കുഞ്ഞാവ കരച്ചിൽ തുടങ്ങി. കുഞ്ഞാവ കരഞ്ഞിട്ട് ഉമ്മിക്ക് വിഷമാവൂലേ കുഞ്ഞാവ കരഞ്ഞ? അങ്ങനെ ഹാജറ ബീവി എന്ത് ചെയ്ത്? സഫാ മലയിലേക്ക് ഓടി, മർവാ മലയിലേക്ക് ഓടി. സഫാ മലയിലേക്ക് ഓടി, മർവാ മലയിലേക്ക് ഓടി. എന്തിനാ ഓടിയത്? ആരെങ്കിലും വന്നുണ്ടോ? വെള്ളവും കൊണ്ട് ആരെങ്കിലും വന്നുണ്ടോ? എൻ്റെ കുഞ്ഞാവ കരയല്ലേ? അങ്ങനെ 2 മലയിലേക്കും 7 തവണ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താടാ? കുഞ്ഞാവ കരച്ചിൽ നിർത്തി. എന്താണെന്നറിയാമോ? കുഞ്ഞാവ കാലിട്ടടിച്ചെടുത്ത് വെള്ളം വന്നേക്കണ്. അതെന്തു വെള്ള? സംസം വെള്ളം. സംസം വെള്ളം ആയിക്കഴിഞ്ഞപ്പോൾ എന്തായി? വെള്ളമായി കഴിഞ്ഞാൽ അവിടെ ആളുകളൊക്കെ വന്ന് താമസിക്കൂലേ? അങ്ങനെ അവിടെ എന്തായി? ഹാജറ ബീവി ഇസ്മായിൽ നബി മാത്രമല്ല വേറെ ആളുകളും വന്ന് താമസിക്കൽ തുടങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇസ്മായിൽ ആരായി? വളർന്നു വലുതായി ഒരു വലിയ മോനായി. അപ്പോൾ ഇബ്രാഹിം നബി വീണ്ടും വന്നേക്കാം. അള്ളാഹു വീണ്ടും ഇബ്രാഹിം നബിക്ക് ഒരു സ്വപ്നം കാണിച്ചു കൊടുത്ത്. എന്താ സ്വപ്നം എന്നറിയാമോ മക്കൾക്ക്? ഇബ്രാഹിം നബീനെ ഇസ്മായിൽ നബീനെ അറക്കാൻ, മോനെ അറക്കാൻ വേണ്ടി അള്ളാഹു സ്വപ്നം കാണിപ്പിച്ച്. അപ്പോൾ ഇബ്രാഹിം നബി എന്താ പറഞ്ഞതെന്നറിയാമോ? മോനെ, അള്ളാഹു എന്നോട് മോനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞേ, വാപ്പാ അള്ളാഹു അതാണ് പറഞ്ഞേക്കണമെങ്കിൽ വാപ്പ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടി ഒരു മലയുടെ മുകളിൽ ചെന്നു. അങ്ങനെ മോനൊരു കിടന്നു കഴിഞ്ഞപ്പോൾ മോൻ വാപ്പാനോട് പറഞ്ഞേ, വാപ്പാ എന്നെ നിവർത്തി കിടത്തണ്ട വാപ്പാ, വാപ്പാക്ക് എൻ്റെ മുഖം കണ്ട വിഷമാവൂലേ? അല്ലേ? ഒരു വാപ്പാക്ക് സ്വന്തം മോനെ അറക്കാൻ പറ്റുമോ? അപ്പോൾ വാപ്പാക്ക് എൻ്റെ മുഖം കണ്ട വിഷമാവൂലേ വാപ്പാ? അതുകൊണ്ട് വാപ്പ എന്നെ കമത്തി കെഴുത്തിയാൽ മതി. വാപ്പയ്ക്ക് എന്നെ ക്ഷമാശീലരിൽ കാണാമെന്ന് ആര് പറഞ്ഞ്? ഇസ്മായിൽ നബി പറഞ്ഞ്. അങ്ങനെ ഇസ്മായിൽ നബീനെ അറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി കത്തി ഉയർത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞു, നിർത്തൂ, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും പറഞ്ഞ് അള്ളാഹു ഒരു ആടിനെ ഇറക്കിക്കൊടുത്തു. മനസ്സിലായ? ഇപ്പം മനസ്സിലായ ഇബ്രാഹിം നബി എന്തുകൊണ്ടാ അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായത്? അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യവും ഇബ്രാഹിം നബി ചെയ്തത് കൊണ്ട്. ഇബ്രാഹിം നബി ചെയ്യില്ല എന്ന് പറഞ്ഞോ? ഇല്ല. അങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയും ത്യാഗമാണ് ഏത്? ബലി പെരുന്നാൾ അല്ലേ? അവർ മകനെ അറക്കുന്നതിന് പകരം അള്ളാഹു എന്ത് ചെയ്തു? ആടിനെ അറുത്തു കൊടുത്തു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ബലി പെരുന്നാളിനെ
ആഘോഷിക്കുന്നതും ആടിനെ അറക്കുന്നതും. മനസ്സിലായോ? ഓക്കെ.